ഓണമല്ലേ, ഒരു ഹെൽത്തി ഷുഗർ ഫ്രീ പായസം ഉണ്ടാക്കിയാലോ? ഷുഗർ ഫ്രീ എന്ന് പറഞ്ഞാൽ മധുരമില്ലാത്ത പായസമൊന്നുമല്ല, നല്ല രുചിയുള്ള ഓട്സ് ആൻഡ് ഡേറ്റ്സ് പായസം. പക്ഷേ കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. കണ്ടീഷൻ നമ്പർ 1, ഇത് പ്രിപ്പയർ ചെയ്ത് മിനിമം 2 മണിക്കൂറെങ്കിലും കഴിഞ്ഞ് കഴിക്കാൻ പാടുള്ളൂ, എന്നാലേ ഇതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ. ഇനി കണ്ടീഷൻ നമ്പർ 2, ഡേറ്റ്സ് ആഡ് ചെയ്യുന്നതുകൊണ്ട് പാൽ സ്പ്ലിറ്റ് ആകാനുള്ള ചാൻസ് കൂടുതലാണ്. വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണുവാണെങ്കിൽ ഇത് പ്രോപ്പറായിട്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തതെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. സോ ലെറ്റ് സ്റ്റാർട്ട്. 10 തൊട്ട് 30 മിനിറ്റ് വരെ സോക്ക് ചെയ്ത ഡേറ്റ്സ് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് മാറ്റി വെക്കാം. നല്ല വലിപ്പമുള്ള രുചിയുള്ള ഡേറ്റ്സ് ആയിരുന്നത് കൊണ്ട് ഞാൻ 6 എണ്ണമേ എടുത്തിട്ടുള്ളൂ. ആവശ്യമനുസരിച്ച് 10 എണ്ണം വരെയൊക്കെ കൂട്ടാം. എന്നിട്ട് പായസം വെക്കുന്ന അതേ പാനിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് കിസ്മിസും കാഷ്യൂവും റോസ്റ്റ് ചെയ്ത് മാറ്റാം. 1/2 കപ്പ് റോൾഡ് ഓട്സ് 1 മിനിറ്റ് റോസ്റ്റ് ചെയ്ത് നല്ല ഗോൾഡൻ കളർ ആവുമ്പം 1 കപ്പ് പാല് സ്ട്രെയിറ്റ് ഫ്രം ദ ഫ്രിഡ്ജ് ഒഴിക്കാം. തണുത്ത പാൽ ഒഴിക്കുന്നത് ഓട്സിൽ നിന്നുള്ള സ്റ്റാർച്ച് പയ്യെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നല്ല ക്രീമി പായസം കിട്ടാനും ഇത് ഹെൽപ്പ് ചെയ്യും. പ്രീ ബോയിൽഡ് പാലാണെങ്കിൽ ഓട്സ് വേഗം മാഷ് ചെയ്യാവും. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർക്കാൻ മറക്കില്ല. പാല് നന്നായി തിളച്ച് ഓട്സ് നല്ല സോഫ്റ്റായി വരുമ്പോൾ കുറച്ച് ഏലക്കായും സിനമൺ പൗഡറും കൂടി ഇട്ട് സിമ്മറിലേക്ക് ഇടാം. ഇനി ഫ്ലെയിം കൂട്ടാൻ പാടില്ല. ഡേറ്റ്സ് ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് 2 മിനിറ്റ് സിമ്മറിലിടാം. ഡേറ്റ്സ് ആഡ് ചെയ്തതിന് ശേഷം പാല് തിളപ്പിച്ച പാല് സ്പ്ലിറ്റ് ആയി പോകും. ആവശ്യമനുസരിച്ച് 1 കപ്പ് പാലും കൂടെ ഇടയ്ക്ക് ചേർക്കാം. ഇനി 1 കപ്പ് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂവും കിസ്മിസും കൂടെ ആഡ് ചെയ്ത് 1 മിനിറ്റ് കഴിഞ്ഞ് ഫ്ലെയിം ഓഫ് ചെയ്താൽ പായസം റെഡി. പിന്നെ സാഫ്രോൺ ഉണ്ടെങ്കിൽ സാഫ്രോണും കൂടെ ആഡ് ചെയ്യാം. കുട്ടികൾക്കും ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവർക്കുള്ളൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. ഒരു ദിവസം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പോടെ കഴിക്കാനാണ് എനിക്കിഷ്ടം.